ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് യു ആൻഡ് എസ്. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നമ്മളിന്ന് രാജസ്ഥാൻ അജ്മീർ പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോകും. ഞാനെന്തേ ഇങ്ങനെയാണ് എൻ്റെ ഡ്രസ്സ്. ഇപ്പം രാത്രി 9:30 ഒക്കെ ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പെട്ടി താഴോട്ട് എടുക്കുകയാണ്. ഹായ് ഗൈസ്. ഹലോ, അതെൻ്റെ മൂത്താപ്പാണ് ഗൈസ്. പേര് പറഞ്ഞോ? ജാഫർ. ഇതുണ്ടോ, ഇത് അനിയനാ. ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോവല്ലേ. അപ്പോൾ അതിനെൻ്റെ ഇത് ഫോൺ കുത്തിയിടാനും ഇത് വേണമല്ലോ, പവർ ബാങ്ക്. വീഡിയോ എടുക്കാനില്ലെങ്കിൽ ചാർജ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാം. എന്നെ കാണിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ വഴിയാണ്. ഇത് അങ്ങോട്ട് കയറാൻ പോവുമല്ലോ. നമുക്ക് പോകേണ്ട വണ്ടിയായി വന്ന് കിടക്കുന്നത്. ഇന്നോവ വേറെ കിടക്കുന്നു. ഞങ്ങൾ മുന്നേ പവർ ബാങ്ക് ഒന്ന് മേടിച്ചുകൊണ്ട് വരും. ഗൈസ്, നമ്മളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇപ്പം അവിടെ ഏകദേശം ഇപ്പോൾ എത്താറായി. ഉടനെ അവിടെ എത്തുന്നതാണ്. എന്നിട്ട് ബാക്കി വീഡിയോ ഇടാം. ഗൈസ്, ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ ഞങ്ങളിത് അവരുടെ വീടിൻ്റെ വഴിയിലോട്ട് തിരിഞ്ഞ് കയറുക. ഗൈസ്, ഇവിടെ കാണിച്ചു ഏകദേശം ഒരു 100 മീറ്റർ ഉള്ളു കേട്ടാ. അച്ചാപ്പി എന്തൊക്കെയുണ്ട്? സുഖമാണ്? സുഖം തന്നെയാണ്. ഞങ്ങൾ അജ്മീർ യാത്രയിലുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ വേറെത്തൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ മാമാടെ വീട്. പവർ ബാങ്ക് മേടിക്കാൻ പോകുന്നത് ഇവിടെ അല്ലാതെ ഇപ്പം ഇവിടെ അടുത്താണ്. നമ്മളിവിടെ എത്തി. പവർ ബാങ്ക് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മാമാടെ മോനെ അതുകൊണ്ട് വരുന്ന. ഹായ് പാത്തു. ഹലോ, എന്താ ഓടല്ലേ? അങ്ങനെ പവർ ബാങ്ക് നമ്മൾ പറഞ്ഞത് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഇപ്പുറത്ത് ഇതിൻ്റെ ചാർജർ കൂടെ നമുക്ക് കിട്ടണം. എന്നിട്ട് ഇനി പോകാൻ പറ്റും. നമ്മളിത് ഇവിടുന്ന് തിരിച്ചു പോകാം. ഗൈസ്, പവർ ബാങ്ക് ഒക്കെ കിട്ടിയ വണ്ടിയിൽ തന്നെ കുത്തിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. തിരിച്ച് മാമാടെ വീട് തിരിച്ച് പൊക്കോണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലോട്ട് ആദ്യം പോകണം. അവിടുന്ന് ഈ വണ്ടിയിലും ഇന്നോവയിലുമായിട്ടാണ് പോകുന്നത് നമ്മൾ. എന്നിട്ട് ഇതവിടെ ഇടാനാണ്. ഇന്നോവ ഇനി തിരിച്ച് വരും. നമ്മുടെ ലഗേജും പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് ഒറ്റ വണ്ടിയിൽ എല്ലാവർക്കും കൂടെ ലഗേജും ആളും എല്ലാം കൂടെ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഞങ്ങളുടെ സ്ഥലത്ത് AI ക്യാമറ ഉണ്ട്. ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. എന്നും കണ്ണ് അടയ്ക്കാതെ, കണ്ണിന്മ ചിമ്മാതെ എന്നും അവിടെ തന്നെ ഉണ്ട്. ഹായ് ഗൈസ്, എന്നിട്ട് മാമ. ഹായ് ഗൈസ്, മാമ ഒരു ഹായ് പറഞ്ഞോ. മാമ എൻ്റെ വ്ളോഗ്. മാമ ഒരു ഹായ് പറഞ്ഞേ. രണ്ടുപേരും പേരൊന്നും അറിയാമോ? രണ്ടുപേർക്കും ചിരിയാണ്. പക്ഷേ നമ്മുടെ വണ്ടി കയറ്റാൻ വേണ്ടി ഗേറ്റ് അവർ തുറന്നു. നമുക്ക് ഇതിവിടെ കിടക്കുന്നത് കൊണ്ട് ഇച്ചിരി ഒതുക്കി വേണം നമുക്ക് കയറ്റാൻ. ഒന്ന് സെറ്റായിക്കോട്ടെ. ഗൈസ്, ഞങ്ങളിപ്പോൾ ഇറങ്ങും. അതിന് മുന്നേ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് വന്നതാണ്. ഉണ്ട്, ഇത് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. രണ്ടുപേരെ ഇവിടെ വെച്ചിട്ട് വണ്ടി ഇട്ട്
സെറ്റപ്പ് ആക്കിയിട്ട് പോകുന്നു. ആളുകളിവിടെ ഉണ്ട്. വന്നിട്ടുള്ള അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. മറ്റേ ആൾ ഉണ്ട്. അപ്പോൾ ഇനി രണ്ടുപേരെയും വന്നിട്ട് കാണാം. താങ്ക് യു. ടാറ്റാ. ഗൈസ് ഇതെൻ്റെ പെങ്ങളാ. ഹലോ, പേര് പറഞ്ഞു. എനിക്ക് എന്തോ പറയാനുള്ളത് നമ്മൾ ഈ പോകുന്നതിൻ്റെ ആ ഒരു ഹാജാത്ത് പോവാതെ കാത്തിരിപ്പിന് വിരാമമായെന്ന് പറഞ്ഞതുപോലെ അല്ലേ? കുറച്ച് ദിവസത്തെ ഒരു 2 ദിവസം കൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് ഇന്നാ ശരിയായത്. പക്ഷെ അല്ല പോയിട്ട് വരാം. ഇറങ്ങും അതെ എല്ലാവരും. അതെ ഞങ്ങൾ ഇറങ്ങും ഇവിടുന്ന് എല്ലാവരും. അവിടെ അത് ഉണ്ട് ടാറ്റ കാണിക്കുന്നു. പൈസപ്പലും അവരെല്ലാവരും വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇതിനകത്തും കയറാനുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും ഇതിനകത്ത് ആൾ കയറാനുണ്ട്. അവിടെ വരെ ഞാനും അനിയനും ആയിരിക്കും ഇതിനകത്ത്. അതിൽ വാപ്പയും ഉമ്മയും പെങ്ങളും പിന്നെ മാമായും ഉണ്ട്. എനിക്ക് വെള്ളം കൊണ്ട് വരുന്നതാണ്. ഇനി അടപ്പൊന്നിട്ട് താങ്ക് യു. ഓക്കെ ഇരിക്കും. ബൈ ഇതിൽ വരാനുള്ളവരിഞ്ഞ് വാ. തിരിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ. പക്ഷെ അങ്ങനെ വീടെല്ലാം പൂട്ടി അവിടെ ഇറങ്ങുക വണ്ടി. അതിറങ്ങിയിട്ട് വേണം നമുക്ക് പോകണം. അതിൻ്റെ പുറകെ ഹായ് അവർ പോയി. ഇനി നമുക്ക് പോകാം. ഞങ്ങളിത് വണ്ടി അങ്ങനെ വിട്ടിട്ടുണ്ട് ഇവിടുന്ന്. മറ്റേ വണ്ടി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് ഫ്ലൈറ്റിന്. അവിടെ വരെ പോകും. പിന്നെ എന്തുണ്ട് പിന്നെ? അതെല്ലാം നല്ലത് തന്നെ. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഗായ്സ് ഞങ്ങൾ റോഡൊക്കെ ഇന്ന് ടാർ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നല്ല കുണ്ടും കുഴിയൊക്കെയാണ്. അത് ഇന്ന് ടാർ ചെയ്തതാണ്. പോകുന്നതിൻ്റെ ഇതിലും ഈ വഴിയൊന്നും വന്നില്ല. അവിടെ ബ്ലോക്ക് ഏതായി വണ്ടി? അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കും. അങ്ങോട്ട് അതുവഴി പോകാൻ പറ്റത്തില്ല. ഇത് നമ്മൾ വരുന്ന കടയാണ്. നമ്മൾ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി ഇരിക്കുക. അവിടെ ഞങ്ങളുടെ ആ വഴി റോഡ് പണിയുണ്ട്. ഇപ്പുറം വഴി വിട്ടത് ഇങ്ങനെ. ഇത് ഞാൻ പഠിച്ചിരുന്ന കോളേജാണ്, MSM കോളേജ്. MSM കോളേജ് കണ്ടോ? മിലാദി ഷെരീഫ് മെമ്മോറിയൽ. പൊക്കോണ്ടിരിക്കുവായിരുന്നു. നമ്മളങ്ങനെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നു. ഹായ് അമ്മ, ഒരു ഹായ് പറയാം. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയായിരുന്നു. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിനകത്ത് വീഡിയോ എടുക്കുമായിരുന്നു. എൻ്റെ പേരെന്തായിരുന്നു? അജി. ഗൈസ്, അപ്പോഴത്തേ ഞങ്ങൾ കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മാമായൊക്കെ വരാനുണ്ട്. അവരിപ്പോൾ വരും. ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ. മറ്റേ വണ്ടി ഇത് മേടിച്ച് ഒതുക്കി ഒന്ന് അവർ ഇവിടെ
ഫ്രണ്ട് ഉണ്ട്, അനിയനും എല്ലാവരും അതിനകത്തുണ്ട്. ഞാനിനിയിപ്പം ഇറങ്ങി ഇപ്പോൾ സൈഡിലോട്ടിരിക്കാം. മാമ ഇനി ഓടിച്ചോട്ടെ. അവരെത്തിയിട്ടുണ്ട്. അതെ, ഇതിലവരുമാണ്. ഹായ്. ഹായ് മാമ. ഹായ്. ഹായ്. ഞാനും നടക്കൂല ചപ്പന അവിടെ നിന്ന് വാക്ക് വിളിക്കാൻ ഹായ്. ഒരു ഹായ് പറയാമോ? എന്താ പറഞ്ഞ പെയ്ഡ് പ്രൊമോഷനാണ്. ഓഹോ, ഒരു ഹായ്ക്ക് പെയ്ഡ് പ്രൊമോഷൻ. ഒരുപാട് എനിക്ക് ഹായ് വേണ്ട, ഞാൻ ഹായ് പറഞ്ഞു. അവര് വിട്ടങ്ങ് പോയി. ഞാൻ ഓടിച്ചപ്പോൾ അവരുടെ ഒപ്പമായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. വേറെ ഡ്രൈവറൊക്കെ കയറിയപ്പോഴത്തേക്ക് നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കും. എന്തായാലും മുന്നേ വന്ന് കഴിക്കാനായിരുന്നു നിങ്ങളൊക്കെ. ഇത് ഞാനും കഴിച്ചിട്ട് വരാം. കഴിച്ചല്ലേ ഇതാ എന്തോ നമുക്കുള്ളത് മുന്നോട്ട്. പാർക്ക് ചെയ്യാനാ 2 ദിവസത്തേക്ക്. നമ്മൾ 2 വണ്ടി എടുത്തും യാത്ര പറഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നു. ടാറ്റാ. ബസ് ഞങ്ങളുടെ വണ്ടി നോക്കിക്കോണം. കൊണ്ട് പാർക്കൊക്കെ ചെയ്തിട്ട് മര്യാദയ്ക്ക് ഫ്രണ്ട് താക്കോലോട് കൊണ്ടുതരാം. ഓക്കെ, താങ്ക് യു. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോയതിന് മുന്നേ ഇവിടെ എൻ്റെ വണ്ടി കയറിയിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളിത് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? സന്തോഷമാണ്. ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. Seat number 1 to 15 board from here, rest of the others board from rear side. ബോർഡിംഗ് പാസ് കാണിക്കാൻ പോകും. ഞങ്ങളത്
ഹൈദരാബാദ് അവര് പറഞ്ഞു ഞങ്ങളങ്ങനെ ഹൈദരാബാദ് എത്തിയേക്കോ നമ്മളുടെ അടുത്ത വണ്ടിയിലോട്ട് കയറാൻ പോയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഞങ്ങളങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്താടാ ഇവിടുന്ന് 4:45 ജയ്പൂരിലോട്ടുള്ള ഫ്ലൈറ്റ്. എല്ലാവരും ഇവിടെ ഉണ്ട്, വെയിറ്റ് ചെയ്യണം. ഞങ്ങളങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ജയ്പൂരിലോട്ട് പോകാൻ വേണ്ടി അടുത്ത ഫ്ലൈറ്റിന് കയറാൻ വേണ്ടി പോകാം. ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാം ജയ്പൂരിലോട്ട്. അങ്ങനെ നമ്മൾ ജയ്പൂർ ഇറങ്ങിയേക്കുവാണ്. ഇനി ഇവിടെ നിന്നാണ് അടുത്ത അജ്മീറിലോട്ട് പോകാൻ പോകുന്നത്. എന്താ സുഖ എന്താ വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ്? ആരാ ഈ തെള്ളുന്നേ? നമ്മളങ്ങനെ എവിടെ എത്തി? നമ്മളങ്ങനെ എവിടെ എത്തി? 1000-ഓ? തെള്ളു തെള്ളു വെള്ളം പെട്ടെന്ന് തള്ളിക്കൊണ്ട് പോകും. നമുക്കുള്ള വണ്ടി ഇതോ വരുന്നുണ്ട്. ഇല്ല വരുന്ന എത്തുകയാണ്. അതന്നെ വല്ലോടം വായി നോക്കി നടക്കാൻ നേരെ നടക്കും. എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മളങ്ങനെ ജയ്പൂർ എത്തി. ഇനി ഇവിടുന്ന് 2 മണിക്കൂറുള്ള അതുള്ള ഇവിടുന്ന് ഇനി 2 മണിക്കൂറുള്ള ഓട്ടമാണ് നമ്മൾ രാജസ്ഥാൻ. इसको सीट पर नीचे कर दो. यहाँ पे लीवर है, इसको खींचो. ഞങ്ങൾ വന്ന ഊബറാണ് എടുക്കാൻ വേണ്ടി കയറി. भी चाहिए मेरे साथ में तो आलू परोठा बोलो आलू ഞങ്ങൾ കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ അജ്മീർ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയതേ ഉള്ളൂ. എല്ലാവരും ഉണ്ട്. വണ്ടി ഞങ്ങൾ വന്ന വണ്ടിയിലുണ്ട്. റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കും അല്ലേ?
എല്ലാവരും മുന്നേ പോകുന്നുണ്ട്. വാ, നമ്മൾ അന്ന് താമസിച്ച ആ റൂമിൽ തന്നെ തോന്നുന്നല്ലേ അല്ലേ? ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടികളും ആളുകളും കടയും എല്ലാം ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കില്ലേ. നമ്മളവിടെ ആണെങ്കിൽ കുറച്ച് 2-3 പേര് കൂടി കഴിഞ്ഞാൽ തന്നെ ബ്ലോക്കാണ്. ഇവിടെ ഇങ്ങോട്ടൊക്കെ ഏരിയയിലോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും എല്ലാവരും കിടക്കാൻ നടന്നു. എല്ലാം ഇതിൻ്റെ ഇടയ്ക്കൊന്ന് നടന്നോളൂന്നില്ല. ഞങ്ങളിങ്ങനെ റൂമിലെത്തി. ഞങ്ങളുടെ റൂം ഈ ബിൽഡിങ്ങിലാണ്. ഞങ്ങളങ്ങനെ റൂമിലെത്തി. കുഴഞ്ഞ് വയ്യ, കുറേ നേരത്തെ ആലോചിച്ചില്ലല്ലോടാ. ഭയങ്കര തിരക്കാണെങ്കിലും ഇവിടെ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നടക്കുന്നുണ്ട്. അതാ വേറെ പെട്ടിയൊക്കെ പൊട്ടിക്കുന്നു. ഗൾഫിൽ നിന്ന് വന്ന പോലെ ഭക്ഷണം മേടിക്കാൻ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചത് ഇതുണ്ടോ മാത്രം എല്ലാം കയ്യിലുണ്ട്. റൂമിലോട്ട് നടക്കുക. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതൊന്നും കഴിച്ചിട്ടില്ല. പൂച്ചയുണ്ട് ഇവിടെ. ഇത്ര വലിയ പൂച്ച കാണില്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ട് ഇത്ര നാട്ടിലുണ്ടോ ഇത്ര വലിയ പൂച്ച? എന്തായാലും ഞങ്ങളിവിടെ എത്തി, ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്ന് ഞാനിനി കിടക്കാൻ പോകാം. രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല, രാത്രിയായിരുന്നല്ലോ. ഇനിയൊന്ന് കിടന്നിട്ട് വേണമെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങണമല്ലോ. ഞാൻ അടുത്ത വീഡിയോസുമായി ഇനിയും കാണാം. ടാറ്റാ, ബൈ.